എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹഫ്സത്ത്, ക്ലബ്ബ് നമ്പർ 7-ൽ നിന്ന്. ഞാൻ ഹൈദർ ബിൻ ഷരീഫ്. ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തുർ റഅദിലെ 35 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് പേജ് നമ്പർ 254. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ജന്നത്തില്ലതി വഉദൽ മുത്തഖൂന തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഉകുലുഹാ ദായിമുൻ വളില്ലുഹാ തിൽക ഉഖബല്ലദീന തഖവ്വ ഉഖബൽ കാഫിരീനന്നാർ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെ അവസ്ഥ ഇതത്രേ. അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ കനികളും അതിലെ തണലും ശാശ്വതമായിരിക്കും. അതത്രേ സൂക്ഷ്മത പാലിച്ചവരുടെ പര്യവസാനം. സത്യനിഷേധികളുടെ പര്യവസാനം നരകമാകുന്നു. വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഫ്റഹൂന ബിമാ ഉൻസില ഇലൈക വമിനൽ അഹ്സാബി മൻ യുൻകിറു ബഅദഹു ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ വലാ ഉശ്രിക ബിഹി ഇലൈഹി അദ്ഉ വഇലൈഹി മആബ്. നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്കാണോ അവർ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഖുർആനിൽ സന്തോഷം കൊള്ളുന്നു. ആ കക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ചില ഭാഗം നിഷേധിക്കുന്നവരുമുണ്ട്. പറയുക, അല്ലാഹുവെ ഞാൻ ആരാധിക്കണമെന്നും അവനോട് ഞാൻ പങ്കുചേർക്കരുത് എന്നും മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവനിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും. وكذلك أنزلناه حكما عربيا ولئن اتبعت أهواءهم بعد ما جاءك من العلم ما لك من الله من ولي ولا واق. പ്രകാരം ഖുർആനിനെ അറബി ഭാഷയിലുള്ള ഒരു ന്യായപ്രമാണമായി നാം അവതരിപ്പിച്ചിരിക്കുന്നു. നിനക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന യാതൊരു രക്ഷാധികാരിയും യാതൊരു കാവൽക്കാരനും നിനക്ക് ഉണ്ടായിരിക്കുകയില്ല. വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് ലികുല്ലി അജലിൻ കിതാബ്. നിനക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട്. ഒരു ദൂതനും അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടിയല്ലാതെ യാതൊരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല. ഓരോ കാലാവധിക്കും ഓരോ പ്രമാണ ഗ്രന്ഥമുണ്ട്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുകയും താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. മൂലഗ്രന്ഥം അവൻ്റെ പക്കലാണുള്ളത്. വഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഅദുഹും ഔ നതവഫയന്നക ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ്. നാം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ ശിക്ഷാ നടപടികളിൽ നിന്ന് ചിലത് നിനക്ക് നാം കാണിച്ചു തരികയോ അല്ലെങ്കിൽ അതിന് മുമ്പ് നിൻ്റെ ജീവിതം നാം അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം ഇത് രണ്ടിൽ ഏതാണ് സംഭവിക്കുന്നതെങ്കിലും നിൻ്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേയുള്ളൂ. അവരുടെ കണക്ക് നോക്കുന്ന ബാധ്യത നമുക്കാകുന്നു. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ
വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മി വഹുവ സരീഉൽ ഹിസാബ്. നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിൻ്റെ നാനാവശങ്ങളിൽ നിന്നും അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ? അള്ളാഹു വിധിക്കുന്നു, അവൻ്റെ വിധി ഭേദഗതി ചെയ്യാൻ ആരും തന്നെയില്ല. അവൻ അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനത്രേ. وقد مكر الذين من قبلهم فلله المكر جميعا يعلم ما تكسب كل نفس وسيعلم الكفار لمن عقبى الدار. ഇവരുടെ മുമ്പുള്ളവരും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, എന്നാൽ മുഴുവൻ തന്ത്രവും അള്ളാഹുവിനാണുള്ളത്. ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അറിയുന്നു. ലോകത്തിൻ്റെ പര്യവസാനം ആർക്ക് അനുകൂലമാണെന്ന് സത്യനിഷേധികൾ അറിഞ്ഞുകൊള്ളും. തഖബ്ബലല്ലാഹു മിന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.